ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്നൊരു മസാല ഫിഷ് ഫ്രൈ ട്രൈ ചെയ്ത് നോക്കിയാലോ? ഒരു സമയത്ത് ഇത് നല്ല ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന സാധനമാണ്. അപ്പോൾ ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെക്കുക. നമുക്ക് ഫ്ലെയിം ഇപ്പോഴേ ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്ലെയിം ഓൺ ആക്കാതെ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. മുളക് പൊടിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. ഞാനിവിടെ ഇപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പക്ഷേ എൻ്റെ അടുത്ത് കറിവേപ്പില ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇട്ടില്ല. നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നമുക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലിപ്പോൾ ഓയിൽ കുറവാണ്, അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്ത് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് അങ്ങ് മൂത്ത് പോകരുത്, നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതും ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷമാണ് നമ്മൾ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കൊച്ചുള്ളി ആണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ അടുത്ത് കൊച്ചുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള ചേർത്ത് ഇത് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ മുന്നേ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അഥവാ ഇനി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഈ ടൈമിൽ ഉപ്പ് ചേർക്കണ്ട. എന്നിട്ട് ഇതൊന്ന് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്, സവാള ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ സവാള ഏകദേശം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നത്. പുളിവെള്ളമൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. ഞാൻ അളവൊന്നും പറയുന്നില്ല, കാരണം എനിക്ക് പുളിയും എരിവൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരളവിനാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുളിവെള്ളം ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളി പിഴിഞ്ഞ വെള്ളം ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇനിയും വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ മീനിൻ്റെ അളവനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലിപ്പോൾ വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഈ വെള്ളം വറ്റിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും വേണമെങ്കിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം വെള്ളം കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഏത് മീൻ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ അയലയാണ് എടുത്തിരിക്കുന്നത്. ഏത് മീനാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ അയല ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം, നമ്മുടെ സാധാരണ രീതിയിലായാലും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മീനെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാലയൊക്കെ ഒന്ന് ഈ മീനിൻ്റെ പുറത്തോട്ടൊന്ന് ആക്കി കൊടുക്കാം. നമ്മളിത് തിരിച്ചു മറിച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. എന്നാലും ഞാനിപ്പോൾ ഈ മസാലയൊക്കെ ഒന്ന് മീനിൻ്റെ പുറത്തേക്കൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ മസാലയൊക്കെ ഏകദേശം ഞാനൊന്ന് മേളിലൊക്കെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമുക്കിത് അടയ്ക്കാതെയും കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിവിടെ അടച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് അടപ്പ് തുറന്ന് നോക്കുകയാണ്. നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് കൊടുത്ത് നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈയിൽ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇത് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു തവണ ഇത് ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും ഇത് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അത്രയ്ക്ക് ടേസ്റ്റാണിത്. ഇപ്പോൾ ചോറ് കഴിക്കാനാണെങ്കിൽ തന്നെ വേറെ ഒരു കറിയുടെ ആവശ്യം വരുന്നില്ല. ഈ മസാല മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.